ആരും മുടക്കരുത് കേട്ടോ. കല്യാണം മുടക്കുന്ന ആള് നല്ലവർക്ക് മരിച്ചു പോകില്ല. ഞാൻ അതിൻ്റെ അനുഭവങ്ങളൊന്നും പറയാത്ത നിങ്ങളെ സദസ്സ് നീട്ടണ്ടെന്ന് എഴുതിയിട്ടാണ്. ഒരുപാട് ആൾക്കാർ അനുഭവങ്ങൾ എൻ്റെ അടുത്തുണ്ട്. ഒരൊറ്റ കുട്ടിൻ്റെയും കല്യാണം മുടക്കരുത്. കല്യാണം നമ്മൾ മുടക്കിയാൽ നമ്മളൊരു പാഠം അല്ലാഹു തആല ഇവിടുന്ന് പഠിപ്പിക്കും. ലുൽമാണ്. ലുൽമ് ചെയ്ത ഒരാള് അതിൻ്റെ ശിക്ഷ അനുഭവിച്ചിട്ടല്ലാതെ എന്തായി പോവില്ല, മരിച്ചു പോവില്ല. ലുൽമ ഒരാൾ ചെയ്തോ, അത് മനുഷ്യനല്ല, ഒരു ജീവിക്കാണെങ്കിലും കാട്ടുജീവിക്കാണെങ്കിലും നാട്ടുജീവിക്കാണെങ്കിലും ഒരു അന്യായം ചെയ്തോ തക്ക ഫലം കിട്ടിയിട്ടേ മരിച്ചു പോകും. ലുൽമ ചെയ്യാൻ പാടില്ല. ലുൽമാണ് ആ സാധനം, കല്യാണം മുടക്കുക എന്നുള്ളത്. അതിനാരും ആണും പെണ്ണും നിൽക്കരുത്. സാധ്യതയുള്ള വാക്കും പറയരുത്, സങ്കല്പമുള്ള വാക്കും പറയരുത്. നേരെന്താണോ ഹക്ക് പറയണം. പറയാൻ പറ്റാത്ത ഒരു സംഗതിയിൽ പഴയ കാലത്ത് ഉണ്ടായിരുന്നു, ഇപ്പൊ ആള് നന്നായിട്ടുണ്ടെന്നാ പഴയ കഥ പറയരുത്. ഒരാള് നേരത്തെ 10-15 വയസ്സിൽ എന്തോ ഒരു തെറ്റ് ചെയ്തിട്ട് ആള് നന്നായിക്കണ്, അപ്പൊ 10-25 വയസ്സായിക്കണ്, ഇപ്പൊ അയാൾ കുഴപ്പമൊന്നുമില്ല. പിന്നെ അന്ന് 15 വയസ്സിൽ ഇങ്ങനെ ഒരു പ്രശ്നം നേരത്തെ ഉണ്ടായിരുന്നു, അയാളെ നിങ്ങൾ പോയി നോക്കിയത് അന്വേഷിച്ചതും. ഇപ്പൊ 25 ആള് നന്നായി ഉഷാറായിക്കണ്. നമ്മളിപ്പത്തെ കാര്യം പറഞ്ഞാൽ മതി. നമ്മളെത്ര മോശമാണ് നല്ലാണ് നമുക്കറിയില്ലേ. അതും കൂടി അല്ലാഹു തആല വെളിവാക്കി ഈ വിഷയത്തിൽ. ആളെത്ര മോശമുണ്ട് ഉഷാറുണ്ട് ക്ലിപ്പായില്ലേ ആയി. അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കണം. ലുൽമാണ് ആ സംഗതി, അതിന് നിൽക്കരുത് ആരും. കല്യാണം അല്ലാഹു എളുപ്പമായി കൊടുക്കട്ടെ. ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട്, ഷെയ്ഖ് ജീലാനി തങ്ങളെ ബർക്കത്തുണ്ട്, അല്ലാഹു നീ എളുപ്പമായി കൊടുക്കണം റഹ്മാൻ. ഒരു ബാപ്പയും ഒരു ഉമ്മയെങ്ങാനും ആ വിഷയത്തിൽ 30, 35, 40 വയസ്സായ കുട്ടികൾ ഇങ്ങനെ മുടക്കി കണ്ണീര് ഉറ്റിപ്പോയോ അതിൻ്റെത് അനുഭവിക്കേണ്ടി വരും. നീ ലാസ്റ്റ് എല്ലാവരും വന്ന് രോഗം സന്ദർശിക്കുന്ന നേരത്താണെങ്കിലും നല്ല അനുഭവിക്കേണ്ടി വരും. നാട് ഭരിച്ചിരുന്ന ഒരാളല്ലേ ഹജ്ജാജ് ബിൻ യൂസുഫ്. ഒരു കാരണമില്ലാതെയാണ് സയ്യിദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹുവിനെ കൊന്നത്. മരിക്കണേന് മുമ്പ് രാജാവിനെ സന്ദർശിക്കാൻ വരുന്ന ആൾക്കാരോടൊക്കെ മൂപ്പര് പറഞ്ഞ വാക്കെന്താണെന്നറിയോ? അസ്വാബത്തിനി ദഅവത്തു സഈദ്. സയ്യിദ് ബിൻ ജുബൈറിന്റെ ദുആ എനിക്ക് പറ്റിപ്പോയി. വല്ലാതെ വേദന, അസഖ്യമായ വേദന. എൻ്റെ ശരീരം തുണ്ടാക്കി ആരെങ്കിലും മുറിച്ചെന്നെങ്കിൽ വേദന കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. എനിക്ക് എവിടേക്ക് നോക്കിയാലും സയ്യിദ് ബിൻ ജുബൈർ എന്നെ ഭീഷണിപ്പെടുത്തുന്നുണ്ടോ എന്ന് എനിക്കിങ്ങനെ തോന്നിപ്പോകുന്നുണ്ട്. ഞാൻ കുടുങ്ങിയിട്ടുണ്ട്. രാജ്യം ഭരിച്ച രാജാവാണെങ്കിലും ശരി, ഏമാനാണെങ്കിലും ശരി, ലുൽമ ചെയ്തോ ഫല്ലുൽമു യർജിഉ ഖുബാഹു ഇലൻ നദം. ലുൽമ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് തീർത്തും ആ ഒരു സങ്കടകമായ കാര്യത്തിന് നമ്മളൊരു വാക്ക്, ചെരിഞ്ഞ ഒരു വാക്ക് പോലും കാരണമാകരുത്. അത് ആണും പെണ്ണും എല്ലാവരും കൃത്യമായി ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. 40 വയസ്സായ ഒരാളുണ്ട്, തങ്ങൾ ബാപ്പ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ തഹയ്യുറായത് കേട്ടപ്പോൾ. കല്യാണം ശരിയാകാതെ മുടക്കിയിട്ട് ഇടങ്ങണ വിഷമം ഞമ്മക്ക് അല്ലാഹു എങ്ങനെ കാണിച്ചു തരാറ്? നിങ്ങള് ഞമ്മക്ക് അല്ലാഹു തആല ഒരു പേരക്കുട്ടിനെ തന്നിട്ടുണ്ടെങ്കിൽ ആ പേരക്കുട്ടിന്റെ വാപ്പാനെ ഉമ്മാനെ അല്ലാഹു തആല നേരത്തെ കൊണ്ടുപോയിട്ട് ആ കുട്ടിനെ ചുമതല നമ്മളിൽ ഏൽപ്പിച്ചിട്ട് ഒരു കറക്കം നമ്മളെ കറക്കും അല്ലാഹു തആല. കുടുങ്ങും, നമ്മൾ വരയും, പാടം 1, 2, 3 ഫുള്ള് പഠിക്കും. അത് ഇതിന്റെ തിക്ത ഫലമായിരിക്കും. അത് നല്ലോണം ആലോചിക്കണം, നല്ലോണം ചിന്തിക്കണം. അത് അവര് വേറൊരു വിഷയമാണ്. മന്നാഉൽ ഖൈർ ആകരുത്. കാഫിരീങ്ങൾക്ക് 10 സ്വഭാവം സൂറത്തുൽ ഖലമിൽ അല്ലാഹു എണ്ണി പറഞ്ഞിട്ടുണ്ട്. ദുസ്വഭാവികളെ 10 സ്വഭാവം. അതിലൊന്നാണ് മന്നാഉൽ ഖൈർ. നല്ലത് മുടക്കുക, ഖൈർ മുടക്കുക, അതിന് വിലങ്ങതടിയായി ജീവിക്കുക, അതിന് നിൽക്കരുത്. അത് മുക്കദ്ദിബീങ്ങളുടെ സ്വഭാവമാണ്, കള്ളന്മാരുടെ സ്വഭാവമാണ്. അതിന് നിൽക്കരുത്. ഒരു ഖൈറും മുടക്കരുത്. ഒരാൾക്ക് കിട്ടാനുള്ള ഒരു ഖൈറും ജോലിയാകട്ടെ മുടക്കരുത്. അതൊക്കെ അല്ലാഹ് ഖദാക്കണേ. നമ്മളെന്തിനാ മുടക്കാൻ നിൽക്കുന്നത്?